ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് തല്ലിത്തകർത്തു. ചാലക്കുടി ITയിലെ തെരഞ്ഞെടുപ്പ് വിജയം SFI ആഘോഷിക്കുന്നതിനിടെയാണ് സംഭവം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ പോലീസിനെയും SFI DYFI പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെ പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് ഉണ്ടായി. വലിയ സംഘർഷത്തിലേക്ക് സംഭവങ്ങൾ നയിച്ചു. ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, എന്താണ് ഉണ്ടായത്? ചാലക്കുടി ITയിൽ SFI ഇന്ന് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയിരുന്നു. ഇതിന്റെ വിജയാഹ്ലാദ പ്രകടനം ചാലക്കുടിയിലൂടെ നടക്കുന്നതിനിടയിലാണ് ഒരു എതിർദിശയിൽ നിന്നൊരു പോലീസ് ജീപ്പ് വന്നത്. ഈ പോലീസ് ജീപ്പ് വന്നപ്പോൾ അകാരണമായി യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രവർത്തകർ പോലീസ് ജീപ്പ് ആക്രമിച്ചുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചാലക്കുടിയിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം സുധിൻ പുല്ലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ആ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ പ്രവർത്തകർ ആ പോലീസ് ജീപ്പിന്റെ ചില്ലുകൾ തകർത്തു. അതിനോടൊപ്പം തന്നെ ജീപ്പ് പൂർണ്ണമായും തല്ലി തകർക്കുകയും ചെയ്തു. ഈ സമയം ഇതിനകത്ത്, ഈ ജീപ്പിനകത്ത് പോലീസുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആകെ 2-3 പോലീസുകാർ മാത്രമാണ് ആ ജീപ്പിനകത്തുണ്ടായിരുന്നത്. പ്രവർത്തകരാകട്ടെ കൂടുതൽ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പോലീസ് ആ സമയത്ത് പുറത്തേക്ക്, ജീപ്പിന്റെ പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി പ്രവർത്തകരെ മാറ്റാനായുള്ള ശ്രമമൊന്നും തന്നെ നടത്തിയില്ല. പിന്നീട് ചാലക്കുടി DYSPയുടെയും ചാലക്കുടി CIയുടെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും ഈ പോലീസ് ജീപ്പ് തല്ലി തകർത്ത പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ചാലക്കുടിയിലെ DYFI നേതാവ് നിതിൻ പുല്ലനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്താനായുള്ള ശ്രമം ആരംഭിച്ചത്. അങ്ങനെ നിതിൻ പുല്ലനെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഈ സമയം ഇയാളുടെ കൂടെ കുറച്ച് പ്രവർത്തകരുണ്ടായിരുന്നു. CPM പ്രവർത്തകരായിരുന്നു ഇവർ. CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും SFI പ്രവർത്തകരുമായിരുന്നു ഇവർ. ഈ 3 വിഭാഗങ്ങളിലുള്ള, പ്രത്യേകിച്ച് CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പോലീസുമായി പിന്നീട് തർക്കമുണ്ടായത്. ഈ പോലീസ് ജീപ്പ് ആക്രമിച്ച പ്രതിയെ പിടികൂടാനായി ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ പോലീസിനെ ചെറുക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടി അവിടെ ഒരു സംഘർഷത്തിന് കാരണമാവുകയും ചെയ്തു. ഈ സംഘർഷം പിന്നീട് ലാത്തി വീശലിലേക്കും കാര്യങ്ങൾ എത്തി. ഒടുവിൽ ഈ ജീപ്പിന് മുകളിൽ കയറി നിന്ന് ജീപ്പിന്റെ ചില്ലെല്ലാം തകർത്ത DYFI നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് പക്ഷേ പോലീസിനെയും തിരിച്ച് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതോടുകൂടി അതൊരു സംഘർഷമായി. പിന്നീട് ഈ DYFI നേതാവ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതായത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത പ്രതി വീണ്ടും അവിടെ നിന്ന് CPMന്റെയും അതുപോലെ തന്നെ DYFIയുടെയും പ്രാദേശിക നേതാക്കളുടെ ഒത്താശയോടുകൂടി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി ആ ചാലക്കുടി മേഖലയിൽ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നിലവിൽ ഈ സ്ഥലത്ത് ഉള്ളത്. ജീപ്പ് തല്ലി തകർക്കാൻ എത്തിയ നിതിൻ പുല്ലനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ CPM പ്രവർത്തകരാണ് തടഞ്ഞത്. CPM കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മോചിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകന്റെ നേതൃത്വത്തിലാണ് ബലം പ്രയോഗിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും സ്ഥലത്ത് വലിയ തോതിലുള്ള പോലീസ് സന്നാഹം നിലവിലുണ്ട്. കൂടുതൽ പാർട്ടി പ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ശരി. ITയിലെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ SFI DYFI പ്രവർത്തകർ ചേർന്ന് പോലീസ് ജീപ്പ് തല്ലിത്തകർത്തു.